അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റ ഏഞ്ചിലാവാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്കൂളിലേക്ക് വന്നേക്കാണ് ഞാൻ ഒരുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അവളെ കാണാം. ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവർ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവള് ഏഞ്ചിലാവുന്നതിന് മുന്നേ കാലത്ത് വരുമ്പോൾ റെഡ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് പഴയതാണ്. ഇപ്പം ചെറുതായി ഫുൾ ഉടുപ്പായിരുന്നു കേട്ടോ അത്. ഇപ്പം അത് കുറച്ച് ചെറുതായിട്ടുണ്ട്. ഉടുപ്പ് ചെറുതായതല്ല, അവൾ വലുതായതാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അവളെ കണ്ട് ഞാൻ കുഞ്ഞിനെ ചെന്ന് നോക്കുമ്പോൾ അവൻ നല്ല ഫുഡ് അടിയിലാണ്. വിരലൊക്കെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കണ്ട് ഞങ്ങൾ പിന്നെ ഹാളിലേക്ക് വന്നു കേട്ടോ. ഹാളിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കുഞ്ഞുമക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ട്രീകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ട്രീ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ട്രീകളാണിത്. എൻ്റെ 2 മക്കളും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല അവർക്ക്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. കുഞ്ഞിനെ എന്നെ കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ലാതെ പോകുന്ന പോക്കാണ് കേട്ടോ കണ്ടത്. ഞാനിവിടെ അടുത്ത് നിന്നിട്ട് അവൻ നോക്കാതെ പോയതാണ്. കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ഗിഫ്റ്റ് കൈമാറലുണ്ടായിരുന്നു, ക്രിസ്മസ് വണ്ടിനെ തിരഞ്ഞെടുത്തിട്ട്. അപ്പം അങ്ങനെ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടത്. ഇവള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിലായിരുന്നല്ലോ ഗിഫ്റ്റ്. അപ്പോൾ ഈ കുട്ടിക്കാണ് അവൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിയിലെ സ്വിച്ച് ഉണ്ടാവും ലൈറ്റ് ആത്താളത്. അങ്ങനെ കുഞ്ഞാറ്റയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏഞ്ചിലാവാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. കുഞ്ഞാറ്റയുടെ കൂട്ടുകാരികളാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അവർ 2 പേര് ഇപ്രാവശ്യം ഏഞ്ചിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചു. മാലയൊക്കെ ഇപ്പം ഞാൻ വരുന്ന നേരത്ത് വാങ്ങിയതാണ് കേട്ടോ. ഉടുപ്പ് നമ്മൾ വേറെ കുട്ടിയുടെ നിന്ന് സെറ്റ് ചെയ്തതാണ്, ചേച്ചിയുടെ മോളുടെയാണ്. അവൾ പ്രായത്തിന് കുറവാണെങ്കിലും അവളുടെ ഉടുപ്പ് ഇവൾക്ക് പാകമാണ്, കാരണം ഇവള് വല്ല തടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടേ. അപ്പം മാലയൊക്കെ ഇട്ടു. പിന്നെ ഉണ്ടായിരുന്ന കമ്മൽ ഊരാൻ പോയില്ല, അതൊരു കുളത്ത് കമ്മലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പം കണ്ണ് എഴുതിയതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. കണ്ണ് അവൾ കുറേ കാലമായിട്ട് അടിയിൽ എഴുതില്ല, മേലെ മാത്രമേ എഴുതിയിട്ട് പോവല്. അപ്പോൾ പെട്ടെന്ന് കണ്ണ് എഴുതി കൊടുത്തപ്പോൾ ചെറിയൊരു എരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് അത് ആകെ നാശകോശമാക്കി. പിന്നെ ഞാനതൊക്കെ തുടച്ചു കൊടുത്ത് പിന്നെയും റിപ്പയർ ചെയ്തിട്ടാണ് പിന്നെ എഴുതിയത് കേട്ടോ. അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, കണ്ണൊക്കെ എഴുതി, ഐഷാഡൊക്കെ ഇട്ട് കൊടുത്തു. ഐഷാഡ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുന്നത്തെ കൊല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ചിറകും പിന്നെ ഈ ഹെയർ ബാൻഡ്, കയ്യിലൊരു വടിയൊക്കെ നമുക്കതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളത് എടുത്ത് വെച്ച് പിന്നെ ഈ കൊല്ലം കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം അടുത്ത കൊല്ലത്തേക്ക് അത് പറ്റില്ല, കാരണം അതിൻ്റെ നെറ്റൊക്കെ ഇത്തിരി അകന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും കാണും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഒരുങ്ങാൻ നിൽക്കുന്ന നേരത്ത് കയ്യും കാലൊക്കെ അനക്കിക്കൊണ്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളും മിക്ക വീട്ടിലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇവളും പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ. ഇവൾക്ക് ആ നേരത്ത് ഭയങ്കര ഡാൻസ് കൂടുതലാണ്. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഒരു തട്ടൊക്കെ കിട്ടി, മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിറകൊക്കെ സെറ്റ് ചെയ്തു. മുടി വെറുതെ അയച്ചിട്ടാണ് ചെയ്തത്. ഇവള് തലേ ദിവസം എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് ഇളക്കി ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കിടന്നത് മുടി. എന്നാലും വലിയ പാറി കിടന്നില്ല, ഒരു എണ്ണമഴുക്കുള്ള പോലെ ഉണ്ടായിരുന്നു. ഇതാണ് അവളുടെ 2 ചങ്കത്തികൾ കേട്ടോ, അയാനയും അൻവികയും. അങ്ങനെ അവിടെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പുൽക്കൂടാണിത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നിരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അതും അതിൻ്റെ പണി മുഴുവനായി ഉണ്ടായിരുന്നില്ല. ഇത് വീഡിയോ എടുത്തതിന് ശേഷമാണ് പിന്നെ ടീച്ചേഴ്സ് വന്നിട്ട് ഒന്നും കൂടെയൊക്കെ ഒരു മിനുക്ക് പണി നടത്തിയത്. അങ്ങനെ ക്രിസ്മസ് പാപ്പാമാരുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിലെ ഒരു പാപ്പയാണ് കേട്ടോ അത്. അവൻ പേര് വിളിച്ചിട്ട് കയറി നിന്നപ്പം എന്താ പറയുക, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഠായികളൊക്കെ എറിഞ്ഞപ്പോൾ ആകെ കുട്ടികൾ ബഹളമായി, അത് പറക്കാനുള്ള കാര്യങ്ങളായി. അങ്ങനെ ഏഞ്ചൽമാരുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സെക്ഷൻ്റെ കോമ്പറ്റീഷൻ കഴിയുമ്പോഴും അവർ സ്റ്റേജിൽ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പിന്നെ താഴേക്ക് ഇറക്കി വിടുന്നത്. അപ്പോൾ കുഞ്ഞാറ്റയുടെ ടീമിൻ്റെ കോമ്പറ്റീഷനുള്ള കുട്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞുമക്കൾ ഏഞ്ചലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മത്സരത്തിനായിട്ട്. അപ്പോൾ പല വെറൈറ്റി ഏഞ്ചൽസാണ് അവിടെ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് പേരൊക്കെ ചിറക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക പേരും നമ്മൾ ഈ പാക്ക് വാങ്ങുന്ന പോലെയാണ് കേട്ടോ. ഹെയർ ബാൻഡും ചിറകും എല്ലാം കൂടി വരുന്ന ഒരു പാക്ക് രീതിയിലായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ അങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ് ആകാംക്ഷയോട് കൂടിയിട്ട്. ഇവർക്ക് മൈക്ക് കൊടുത്തില്ല, വലിയ കുട്ടികൾക്ക് മൈക്ക് കൊടുത്തുള്ളൂ ക്രിസ്മസിൻ്റെ ആ ഒരു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയ കുട്ടിയാണ് കേട്ടോ. കുട്ടിയുടെ ചിറക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ അവരുടെ പാപ്പാമാരും ഏഞ്ചൽസൊക്കെ കൂടിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു. പാപ്പാമാരൊക്കെ ഒരു ബെഞ്ചിൽ കയറ്റി പിന്നിൽ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത്.
കുട്ടികൾ ഹൈറ്റ് വ്യത്യാസത്തിനനുസരിച്ച് എല്ലാവരെയും ഫോട്ടോയിൽ കിട്ടണമല്ലോ. അപ്പോൾ പിന്നിലൊരു ബെഞ്ചൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പള്ളി വികാരിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇവർ പഠിക്കുന്നത് പാലയൂർ സെൻറ് തോമസ് LP സ്കൂളിലാണ് കേട്ടോ, പള്ളി സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛനെ കാണാൻ വേണ്ടി, വികാരിയച്ഛൻ ഉണ്ടായിരുന്നില്ല, കൊച്ചച്ഛൻ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ബാൻഡ് സെറ്റും ക്രിസ്മസ് പാപ്പാമാരും അതുപോലെ മാലാഖമാരെല്ലാവരും ചേർന്ന്, ബാക്കിയുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും പേരൻസും എല്ലാവരും ചേർന്ന് അച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന യാത്രയാണിത്. ഇത് എല്ലാ കൊല്ലം ഉള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ജാഥ പോലെ അച്ഛനെ കാണാൻ പോകും. അച്ഛൻ ഇവർക്ക് വിഷ് ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവരെല്ലാവരും തിരിച്ചങ്ങോട്ട് വരും. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ കാര്യങ്ങൾ കാണാം. കുട്ടികളുടെ ബഹളം കാരണം അച്ഛൻ പറഞ്ഞു നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ വിഷ് ചെയ്തു തിരിച്ചു വന്ന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയത് പ്രോത്സാഹന സമ്മാനമാണ് കേട്ടോ. പക്ഷെ അവൾക്ക് ഫസ്റ്റും സെക്കൻഡും ഒന്നും കിട്ടാത്തതിൽ വിഷമമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവളിപ്പോൾ ഓടി വരും എൻ്റെ അടുത്തേക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് വിഷമമില്ല എന്നുള്ള കാര്യം. ഫസ്റ്റ് സെക്കൻഡിനൊക്കെ കിട്ടിയത് മറ്റേ ട്രോഫി ആയിരുന്നു. ഇവൾക്ക് കിട്ടിയത് ക്രയോൺസാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് അത്. നല്ല ഉപകാരമുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഷോ ഒക്കെ ഇറക്കി അവിടുന്ന് യാത്രയായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.